ഒരു ശരാശരി മലയാളി ചുരുങ്ങിയത് 2-3 പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ള ഒരു യാത്ര പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൂറ് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു സ്ഥലം മലകളുടെയും പച്ചപ്പിൻ്റെയും പ്രകൃതിയുടെയും കേന്ദ്രമായ ഊട്ടിയിലേക്കായിരുന്നു ഞങ്ങളും ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇങ്ങ് വാണിമേൽ നിന്ന് തുടങ്ങിയ യാത്ര കുറ്റ്യാടിയും തൊട്ടിൽപ്പാലവും വയനാടും കടന്ന് സുൽത്താൻ ബത്തേരി വഴി അങ്ങ് ഊട്ടിയിലേക്കായിരുന്നു നീണ്ടത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച യാത്ര വൈകുന്നേരത്തിന് മുമ്പ് ഊട്ടിയിലെത്തി അവിടെ ഒരു റൂം എടുത്ത് അന്ന് അവിടെ താമസിച്ച് പിറ്റേന്ന് പോകേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ച് അവിടങ്ങളിലൊക്കെ പോയി അന്ന് രാത്രി കൂടി അവിടെ താമസിച്ച് പിറ്റേന്ന് ഉച്ചവരെ ഊട്ടിയിൽ കറങ്ങി ഉച്ചയ്ക്ക് മുമ്പ് ഊട്ടിയിൽ നിന്ന് തിരിച്ചു വരിക. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഭാഗ്യത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതിനാൽ ഈ ഒരു രീതിയിൽ തന്നെ ഞങ്ങളുടെ പ്ലാനും അതിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളും പോകാനും പ്രത്യേകിച്ച് പുതിയ സ്ഥലങ്ങൾ കാണാനും ഈ യാത്രയിൽ ഞങ്ങൾക്ക് സാധിച്ചു. ശരിക്കും ഈ ഒരു ടൂറ് അല്ലെങ്കിൽ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തേക്കാൾ യാത്രകൾ മനോഹരമാക്കുക എന്നുള്ളതാണല്ലോ. നമ്മൾ പോകുന്ന വഴികളും കണ്ടുമുട്ടുന്ന ആളുകളും ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും തുടങ്ങി എല്ലാം തന്നെ ഈ യാത്രയിൽ ഏറ്റവും മനോഹരമായിരിക്കും. ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ ഓർമ്മകളായിട്ട് പിന്നീടും എന്നും നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്. ഇവിടെയായിരുന്നു ഇ പാസിന്റെ ചെക്കിങ് നടന്നത്. ഇതും കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുന്തോറും കാഴ്ചകൾ ഏറ്റവും മനോഹരമായിരുന്നു. പച്ചപ്പ് അതിൻ്റെ ഏറ്റവും ഭംഗിയിൽ നമ്മൾക്ക് കണ്ണുകൾക്ക് എത്ര സന്തോഷം തരുന്നോ അത്രയും രീതിയിൽ തന്നെയായിരുന്നു എവിടെയും കാണാനുണ്ടായിരുന്നത്. ചെറിയ ചെറിയ ഗ്രാമങ്ങളും മലനിരകളും ചെറിയ കവലകളും തുടങ്ങി കാണുന്ന ഓരോ കാഴ്ചകളും മനോഹരമായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയിൽ തുടങ്ങി പിന്നീട് നല്ല രീതിയിൽ തന്നെ മഴയോടുകൂടി തന്നെയായിരുന്നു തമിഴ്നാട് ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചത്. ഒരു യാത്രയിൽ നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ആ ഒരു യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം, അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം തന്നെയായിരിക്കും. ആ യാത്ര അത് എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്കൊപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ. നമുക്ക് കംഫർട്ടായ ആളുകളോടൊപ്പം യാത്ര ചെയ്യുക എന്ന് പറയുന്നതും തന്നെ ഒരു വലിയ സന്തോഷം തന്നെ. മഴ പിന്നീട് നല്ല ശക്തമാവാൻ തുടങ്ങി. ആദ്യം തന്നെ ഞങ്ങൾക്ക് ഈ യാത്ര മഴയിലായി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്ക് നിർത്തിയും സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയും ആ മഴയോടൊപ്പം തന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. ഒരു സ്ഥലം കഴിഞ്ഞപ്പോഴേക്കും മഴ മെല്ലെ മാറാൻ തുടങ്ങി. അത് മറ്റൊരു രീതിയിലായിരുന്നു പിന്നീടുള്ള കാഴ്ചയിലേക്ക് പോയത്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഒരു സ്ഥലത്ത് മഴയുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് മഴയില്ലാതിരിക്കും. ഇനി അവിടെ മഴയുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മഴയില്ലാതിരിക്കും. കാലാവസ്ഥയുടെ ഒരു മാറ്റം നല്ല രീതിയിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയായിരുന്നു. കാട്ടുപന്നികൾ ചെറുതും വലുതുമായി ധാരാളം ആ കവലയിൽ കാണാനുണ്ടായിരുന്നു. ഈ യാത്രയിൽ കണ്ട മറ്റൊരു കാര്യം കൂടിയായിരുന്നു ഇത്. ചെറിയ ടൗണെന്നോ കവലയെന്നോ പറയണമെന്നറിയില്ല, എന്നാലും ചെറിയ ഷീറ്റ് കൊണ്ടോ ഓട് കൊണ്ടോ താർപ്പായ കൊണ്ടോ ഒക്കെ വിരിച്ച ചെറിയ ചെറിയ ഷോപ്പുകളും അതിനൊത്ത വീടുകളുമായിരുന്നു ഈ വഴിയിൽ മുഴുവനായി ഉണ്ടായിരുന്നത്. വാർപ്പ് കൊണ്ടുള്ള ഷോപ്പുകൾ അല്ലെങ്കിൽ വീടുകൾ വളരെ അപൂർവമായിരുന്നു. ഇതൊരു പ്രത്യേക രസമായിരുന്നു കാണാൻ. മഴ ഒന്ന് മാറി നിന്നപ്പോൾ അത്യാവശ്യം റിലാക്സ് ആവാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും കുറച്ച് ആളുകളൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു ഫോട്ടോ സ്പോട്ടിൽ ഞങ്ങളും വണ്ടി നിർത്തി. മഴ വീണ്ടും ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ആ ഒരു ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര. ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദർ അനീസും അവരുടെ ഭാര്യയുമായിരുന്നു. നമുക്ക് കംഫർട്ടായ ആളുകൾ നമ്മുടെ യാത്രക്ക് സന്തോഷം കൂടുതൽ തരുമെന്ന് പറയുന്നത് ഇവരുടെ കാര്യത്തിൽ വളരെ ശരിയായിരുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങൾ കണ്ടൊരു ഡാമായിരുന്നു ഇത്. ഡാമിൻ്റെ പേര് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ലെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുതിര സവാരിയും കുതിരകളും ഇത് പോകുന്ന വഴിയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പശുക്കളെ പോലെ റോഡുകളിലും സൈഡുകളിലൊക്കെ ആയിട്ട് കുതിരകൾ എവിടെയും മേയുന്നത് കാണാനുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഊട്ടിയിലെത്തി. സീസണ് പൂർണ്ണമായി കഴിയാത്തതിനാൽ റൂമുകൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഊട്ടിയിലുണ്ടായിരുന്നു. എങ്കിലും 1-2 അന്വേഷണങ്ങൾക്ക് ശേഷം ഒരു അഫോർഡബിളായ റൂം ഞങ്ങൾക്ക് 2 ആൾക്കും കിട്ടി. റൂമിലെത്തി ഫ്രഷപ്പായി ചോക്ലേറ്റ് ഫാക്ടറിയിലും ശേഷം ഫുഡും കഴിച്ച് പ്രത്യേകിച്ച് വേറെ എവിടെയും പോകാതെ അന്ന് രാത്രി ഞങ്ങൾ നേരത്തെ തന്നെ കിടന്നുറങ്ങി. കാരണം യാത്രാക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും തയ്യാറായി താഴെ എത്തി. പോകുന്ന വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങളുടെ ആദ്യ സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ചെറിയ കുട്ടികളെയും കൊണ്ടുള്ള യാത്ര എപ്പോഴും ഒരു ടാസ്ക് തന്നെയാണെങ്കിലും അവരെ ഏറ്റവും കംഫർട്ടായി വെക്കുക എന്നുള്ളത്
എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും രാവിലെ നല്ല വെയിലും ഒപ്പം തണുപ്പും കൂടിയായതിനാൽ കാലാവസ്ഥ വലിയ പ്രശ്നമായി ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റിലുള്ള സ്ഥലം. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു അവിടെ. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതോടെ പച്ചപ്പിൻ്റെ ഒരു വലിയ ലോകം തന്നെ നമുക്കവിടെ കാണാമായിരുന്നു. പൂക്കളും ചെടികളും ഔഷധ ചെടികളും തുടങ്ങി പച്ചപ്പിൻ്റെ വിവിധതരം മാതൃകകളും വിവിധതരം രൂപങ്ങളൊക്കെയായി നല്ല അടിപൊളി സ്ഥലം കൂടിയാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഫോട്ടോ പ്രേമികൾക്കും അല്ലാത്തവർക്കുമൊക്കെയായി ഫാമിലിയായി മറ്റും ചിലവഴിക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ.